بسم الله الرحمن الرحيم بسم الله الحمد لله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة جزاك الله عنا يا سيدنا يا رسول الله جزاك الله عنا يا سيدنا يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين المسلم من سلم الناس من لسانه ويده شفيعنا رسول الله സ്നേഹവും ബഹുമാനം നിറഞ്ഞ ഈ നാട്ടിലെ പ്രസിഡന്റ് ഇസ്മായിൽ ബൾക്കാട്, അതുപോലെ പ്രിയങ്കരനായ ഈ നാട്ടിലെ ഖത്തീബ് മുഹമ്മദ് ഇർഷാദ് സഖാഫി കമി ഉസ്താദ് അവരുകൾ, അതുപോലെ വട്ടൂർ ഹസനി എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപകൻ അഭിനന്ദനായ ഷാഫി സഖാഫി ഉസ്താദ് അവരുകൾ, മുഹമ്മദ് അഷ്റഫ് ബദവി ഉസ്താദ് അവരുകൾ, ജമാഅത്ത് കമ്മിറ്റിയിലെ ഭാരവാഹികൾ, സ്റ്റേജിലും സദസ്സിലുമുള്ള ഗസ്റ്റുകൾ, മുഅ്മിനീങ്ങൾ, ഉമ്മപെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം നന്മകൾ ചെയ്യാനും ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തില് ഒരുപാട് നന്മകൾ ചെയ്യണം. ഇത്രയെല്ലാം ലൈറ്റിന്റെ ആവശ്യമുണ്ട്. പാറ്റ നല്ലോണം പാറ്റുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മൂക്കിലെ വായിലെല്ലാം പോകാൻ തുടങ്ങും പാറ്റ. കുറച്ചങ്ങോട്ട് തിരിച്ചെങ്കോ ഞങ്ങൾക്ക് ഓരെന്തും കാണുന്നില്ല. ലൈവില് കുറച്ചൊക്കെ അറുത്തിട്ട് കാണും. പിന്നെ എന്താക്കുന്നു അല്ലേ? ലൈറ്റ് കുറെ ഇട്ടെങ്കിൽ ഉള്ള നാട്ടി വെളുത്തിട്ടും കാണും അല്ലേ? അങ്ങനല്ലേ സിൽസില മീഡിയ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. കുറച്ചു നേരം, കുറെ സമയമൊന്നും പറയലുണ്ടാവില്ല. കുറച്ചു നേരം പറയാന്നുള്ളതാണ് സന്തോഷം. കേൾക്കുന്നാക്കുക തന്നെ സന്തോഷം, പറയുന്നാക്കുക തന്നെ സന്തോഷം. മതി പോരെ? അതിലെന്തെങ്കിലും കൂട്ടാൻ പറ്റുമെങ്കിൽ ഏറ്റ കൊച്ചാക്കിട്ട് വേണ്ട പോലെ ആയിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മ ചെയ്യണം. ഈ ജീവിതം എപ്പോ തീരും എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. റൂസിൽ കൂടുന്നുണ്ട്, വയത് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഞാനും നിങ്ങളും നമ്മളെല്ലാരും മരിക്കേണ്ടവരാണ്. നമ്മളിൽ പലരുടെയും ഉപ്പ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഭാര്യ ഭർത്താവ് മരിച്ചവരുണ്ട്, മക്കൾ മരിച്ചവരുണ്ട്, സഹോദരങ്ങൾ മരിച്ചവരുണ്ട്, ഉമ്മാമ ഉപ്പാപ്പ മരിച്ചവരുണ്ട്.
ആ മരിച്ചുപോയ ആളുകളെ പോലെ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മരിക്കും. മരിക്കുന്ന ദിവസത്തിൽ അന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ യാത്ര പോകണം. റിബഈ തങ്ങൾ മരിച്ചു കിടക്കുമ്പോ ചിരിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർക്ക് മയ്യത്തെടുക്കാൻ തോന്നിയില്ല എന്നാണ്. ആ ചിരിച്ചു കിടക്കുന്ന കിടത്തം കണ്ടിട്ട് ഇവിടെ ഇരിക്കട്ടെ, ഒരൽപ്പം കഴിയട്ടെ, അങ്ങനെ അത്രയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കിടന്നു. ആ ചിരിച്ചുകൊണ്ടുള്ള കിടത്തം പിന്നെയും സമയം വൈകിപ്പിക്കുമ്പോ മഹാൻ പറഞ്ഞു, ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിട്ട് മറമാടണം, എന്നെ ഖബറിൽ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് മരിക്കാനും റബ്ബിലേക്ക് എത്താനും എല്ലാം കൊതിയാണ്. ഖബറിൽ കിടക്കുന്നത് അവർക്ക് കൊതിയാണ്, പേടിയാണ്, സ്നേഹമാണ്, എല്ലാവും ആണ്. നമുക്ക് നൗമത്തിൽ അറൂസ്, പുതിയാപ്പളയുടെ ഉറക്ക് ഉറങ്ങാൻ സ്വാലിഹീങ്ങളോട് ഖബറിൽ പറയപ്പെടും. ആലമുൽ അർവാഹ്, നമ്മുടെ റൂഹുകളെ പടച്ച ഒരു ദിവസം, ഒരു കാലം കഴിഞ്ഞുപോയി. ആലമുദ് ദുനിയ, ഞാനും നിങ്ങളും നമ്മളൊക്കെ ഇപ്പൊ ദുനിയാവിലാണുള്ളത്. ഇനിതും കഴിഞ്ഞ് ആലമുൽ ബർസഖ്, അത് കഴിഞ്ഞാൽ മഹ്ശർ, സ്വർഗം, നരകം. ഇതെല്ലാം കൊണ്ടും നമ്മൾ വിശ്വസിക്കേണ്ടവരാണ്. മരണം സത്യമാണ്, ഖബർ സത്യമാണ്, സിറാത്ത് സത്യമാണ്, മീസാൻ സത്യമാണ്, എല്ലാം സത്യമാണ്. എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. നമ്മുടെ നബി ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആണ്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. ജീവിതത്തിലുടനീളം ധാരാളം ദിക്റുകൾ ചൊല്ലുക. ദിക്ർ ചൊല്ലിയിട്ട് ദുആ രക്കുമ്പോൾ ഉത്തരമുണ്ട്. ദിക്റുകൾക്ക് ശേഷമുള്ള ദുആ, ധാരാളം ദിക്റുകൾ ചൊല്ലുമ്പോ ഓരോ ദിക്റിനും ഓരോ മഹത്വങ്ങളുണ്ട്. ബാങ്കിന് ഉത്തരം നൽകുന്ന ഓരോ ലഫ്ളുകൾക്കുമുള്ള ഉത്തരത്തിന് ലക്ഷക്കണക്കിന് പ്രതിഫലമുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ചൊല്ലുമ്പോ നമ്മളതിന് മറുപടി കൊടുക്കുമ്പോ ലക്ഷക്കണക്കിനാണ് കൂലി കിട്ടാൻ പോകുന്നത്. ബാങ്കിന് ബഹുമാനമുണ്ട്, ബാങ്കിന് ആദരവുണ്ട്. നമ്മളെ പ്രസിഡന്റ് അല്ലേ കക്കിഞ്ചന്റെ പേര്, ബിസ്മില്ലാ. ബാങ്കിന് ബഹുമാനമുണ്ട്, ബാങ്കിന് ജവാബ് കൊടുക്കുന്നതിനും ബഹുമാനമുണ്ട്. അങ്ങനെ ഓരോന്നിനും ബഹുമാനമുണ്ട്. ഓരോ വാക്കിനും ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്. നമ്മൾ നിസാരമായി കാണുന്ന, ചെറുതായി കാണുന്ന പലതിനും അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. ഉമ്മമാരെ, ഒരൊറ്റ ബാങ്കും ഉത്തരം കൊടുക്കാതെ മുടങ്ങിപ്പോകണ്ട. മുഅ്മിനീങ്ങളെ, ഒരു ബാങ്കിനും ഉത്തരം കൊടുക്കാതിരിക്കരുത്. ബാങ്കിന് ഉത്തരം കൊടുക്കണം, അതിന് വലിയ പ്രതിഫലമുണ്ട്. ആ ഉത്തരത്തിന് സ്വർഗമുണ്ട്. കൈകൊണ്ടുള്ള ബായ കൊണ്ടുള്ള എല്ലാ പണികളും നിർത്തലാക്കണം. എല്ലാം നിർത്തിയിട്ട് ബാങ്കിന് ഉത്തരം കൊടുക്കണം. മക്കൾക്ക് പഠിപ്പിക്കണം, ബാങ്കാകുമ്പം മിണ്ടരുത്. ഇത് മാത്രം പോരാ, ബാങ്കിന് ഉത്തരം കൊടുക്കലിന്റെ ഭാഗമാണ് നിസ്കരിക്കുക എന്നുള്ളതും. ബാങ്കിന് ചൊല്ലേണ്ട ദിക്റുകൾ ഓരോന്നും ചൊല്ലി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആക്ക് ഉത്തരമുണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദുആ, ആ ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ കാരണമാകുന്നുണ്ട്. അവർക്ക് സ്വർഗമാണ്. വലിയ വലിയ അമല് കൊണ്ടെല്ലാം ചിലപ്പോ സ്വർഗം കിട്ടണമെന്നില്ല. ചെറിയ ചെറിയ അമല് കൊണ്ട് സ്വർഗം കിട്ടാം. അതുകൊണ്ട് ഏതും വലുതും ചെറുതും തീർമാനിക്കാൻ നമുക്ക് കഴിയില്ല. 5 ലക്ഷം ഉറുപ്പികയുടെ ഹജ്ജിനെ കാട്ടി ചിലപ്പോ ഒരു മനുഷ്യൻ, പാവപ്പെട്ടവൻ, ഇരുന്ന് അള്ളാനെ ഓർത്തിട്ട് കരയുന്ന ഒരിറ്റ് കണ്ണുനീര് 5-6 ലക്ഷം ചെലവഴിച്ച ഹജ്ജിനെ കാട്ടിയും വലുതാകാം.
അതിന്റെ അർത്ഥം ഹജ്ജിന് പോണ്ട, ഇരുന്നിട്ട് കരഞ്ഞോളി എന്നല്ല പറഞ്ഞത് അല്ലെ. ഹജ്ജിന് പോകണ്ടോർ ഹജ്ജിന് പോകണം. പോകുമ്പോ ഓരോന്നിന്റെ നീയത്ത് നന്നാക്കണം. ചില ആളങ്ങനെ ഉണ്ട്, ഉറൂസിനെല്ലാം വന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് സന്തോഷത്തിന് എന്തെങ്കിലും കൊണ്ടോണം. ഞങ്ങൾ വരുമ്പോണ്ട് ഒരു പെണ്ണുങ്ങൾ അരിപ്പെല്ലാം പിടിച്ചുകൊണ്ട് പോന്നു. ഇത്രത്തെ ചായ ഒന്നും അരിച്ചിട്ടില്ല, പൊൾമിനാർ ഉറൂസിന് വന്നിട്ടാണ് ഇനിയിപ്പൊ ചായ അരിച്ചിട്ട് കുടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇത് വാങ്ങണ്ടെന്നല്ല അല്ലേ. അങ്ങനെ ചില ആൾക്കാർക്കെല്ലാം അങ്ങനെ ഉണ്ട്. ഉറൂസിന് പോകുമ്പോ ഇപ്പൊ ഇന്നെന്നോട് ഒരാൾ കേട്ട്, ഇന്നല്ലല്ലേ ഉറൂസ്, നാളെ അല്ലേ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിലല്ല ഉറൂസു എന്ന് പറഞ്ഞെങ്കിൽ ചോറു സീർണിക്കായിട്ടുണ്ടാവും ചിലപ്പോ ഉറൂസു എന്ന്. എങ്ങനെ ഇന്നലെ തുടങ്ങിയെന്നറിയാ, ഇന്ന് വേലുണ്ട് എന്നറിയാ, നാളെ ലാസ്റ്റ് എന്നറിയാ. അപ്പൊ കേൾക്കുന്ന ഇന്നല്ലല്ലോ ഉസ്താദ് ഉറൂസു, ഉറൂസു നാളെ അല്ലേ. അതിന്റെ അർത്ഥം കെട്ട്. അത് ഭയങ്കര ബിസിയാണ് ഈ സീർണി എന്നുള്ളത് അല്ലേ. പള്ളി നടക്ക സീർണി കട്ടോണ്ടോന്ന ആളുണ്ട് അല്ലെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ജാഗല്യം ഞാൻ പറഞ്ഞു, പിടിച്ചു നോക്കുമ്പോ പള്ളിന്റെ സെക്രട്ടറി വെച്ചിന് റാത്തീബിന്റെ സീർണി ഓഫീസിൽ. അത് ചീഞ്ഞിട്ട് പൊളിച്ചിട്ട് നാറിയിട്ട് വെടക്കായിട്ട് കെട്ട് സീർണി എന്നെല്ലാം പറയുമ്പോ, അപ്പൊ ഉറൂസിന് തന്നെ ഒരു കൊണ്ടുപോയിട്ട് എന്താക്കി, ഈ വയലും ഈ സിയാറത്തും ഇതെല്ലാം ഇളക്കിയിട്ട് ഉറൂസിനെ നാളത്തെ ലാസ്റ്റ് കിട്ടുന്ന അരക്കിലത്തിന്റെ കെട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചു. ഉറൂസെലിംഗ് അത് അല്ല, ഉറൂസെലിംഗ് ചന്താൻ അല്ലേ, ഉറൂസെലിംഗ് മാർക്കറ്റ്. ചില ആള് പറയുന്നു ഉറൂസിന്റെ അന്ന് ഫുൾ ആള് കാലിടാൻ ജാഗയില്ല. ഞാൻ കേട്ട് കേടേന്ന് അല്ലെ. വയലിന്റെ സദസ്സിലല്ല, ചന്തയിലും കച്ചവടത്തിലും കൊടുത്തു. കച്ചവടമായിക്കോളി, അല്ലെങ്കിൽ ഇപ്പൊ കുറെ കളിക്കുന്ന സാധനം കൊണ്ടിട്ട് എനിക്ക് സാപ്പം വെച്ചിട്ട് പോണ്ട. മണ്ണ് ആട് ദർഗാക്കുമ്പോ 10 രൂപ ഇട്ടിട്ട് മണ്ണ് തിന്നിട്ട് പോട്ടെ അയാൾ. അയാളുടെ ഇല്ലെങ്കിൽ കുറച്ച് മൂന്നുള്ള കുറച്ച് കച്ചവടമുള്ള അതിനും അയാൾ ഭാര വെച്ച് ഏതായിട്ട് കുറച്ച് വയലെല്ലാം കേട്ടിട്ട് പോകുമ്പോ അരിപ്പയ കടയങ്ങല്ല എന്ത് കിട്ടുന്നു, കുറച്ചത്തിന് കിട്ടുന്ന എല്ലാം മൈക്കോളി. അള്ളാഹു നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് ധാരാളം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൽമിന്റെ സദസ്സും ഔലിയാക്കന്മാരുടെ സദസ്സും എപ്പോഴും കിട്ടല. അരിപ്പയും കൊമ്പയും ഇമ്പെല്ലാം എപ്പോഴും കിട്ടും. അതുകൊണ്ട് പോകുമ്പോ മാങ്ങ, വരുമ്പോഴും മാങ്ങ. കുറെ സമയം പറയൂല, ഒരു 11 കാലാകുമ്പോ നിർത്തും ചെയ്യും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വലിയ അമൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ലക്ഷങ്ങളുടേതല്ല. മീസാൻ എന്ന തുലാസിൽ അമലെല്ലാം തൂക്കി നരകത്തിലേക്ക് പോകാനായുമ്പോഴാണ് ഒരു കെട്ട് വന്നിട്ട് വീണു. ചുരുക്കി പറയട്ടെ, ആ കെട്ട് എന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ മരിച്ച് ഖബറിന്റെ അടുത്തേക്ക് പോയപ്പോ മിന്നാ ഖലഖനാക്കും ചൊല്ലിയിട്ട് എറിഞ്ഞ മണ്ണില്ലേ, ആ മണ്ണാണ് ഒരു കെട്ടുവന്ന് മീസാൻ എന്ന തുലാസിലേക്ക് വീണപ്പോ അയാളുടെ തുലാസ്, മീസാൻ എന്ന തുലാസ്, ആ തുലാസദാ ഭാരം കൂടി രക്ഷപ്പെട്ടു, സ്വർഗത്തിലേക്ക് എത്തി. എങ്ങനെ? ഒരു പിടി മണ്ണെറിഞ്ഞത്. ഞമ്മെല്ലാം മരിച്ചേരത്തേക്ക് പോന്നു. ചില ആളെല്ലാം കുഴപ്പാക്കുന്നായിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരാള് കുടുംബത്തോട് ചൊടിച്ചാല അയാളോട് കേട്ടാല് എന്തേന്ന്. അവർ ചില ഉപ്പ മരിച്ചിട്ട് അവർ ഫോൺ ആക്കിട്ട് ചെല്ലിയിട്ടില്ലാന്ന്. ഇതെന്നിട്ട് ഉപ്പാക്ക് കാണത്തല്ല, മരിച്ചിനയാള്. മരിക്കുമ്പോ ഈ മക്കൾക്കുണ്ട് എല്ലാവർക്കും ഫോൺ ആക്കിയിട്ട് ഉപ്പ മൗത്തായി പോയി ഒരു കളിക്ക വന്നിട്ട് പോയി ചെല്ലാനാണ്. അങ്ങനെ പറയലുണ്ട. അതിന് കാത്തിരിക്കലല്ല. മരണമറിഞ്ഞിടത്ത് പോകണം. പോയിട്ട് വരുന്നല്ല, കണ്ണ് പീങ്ങിയിട്ടുണ്ടു, മുസുണ്ടു ആരായിട്ടുണ്ടു, കർപ്പടിച്ചിട്ടുണ്ടു, പറയാൻ പാടില്ല. കുറു മഹാസിന മൗത്താക്കും. മരിച്ചവരുടെ നന്മ മാത്രം പറയണം. മരിച്ചോർന്ന് മാത്രല്ല, ജീവിച്ചിരിപ്പുള്ളവരുടെ നന്മ മാത്രം പറയണം, നല്ലത് മാത്രം പറയാ. ബെടക്ക് പറയുന്നുണ്ടെങ്കിൽ നല്ലോനാരുള്ളു? ആരാണ് നല്ലോനുള്ളത്? ആരും നല്ലോനില്ല. എല്ലാരും സമാൻ. ഒരുത്തന് നിസ്കാരമില്ല, മറ്റോന് നോമ്പില്ല, മറ്റോന്റെ ഇടപാട് ശരിയില്ല, മറ്റോന്റെ സ്വഭാവം ശരിയില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ വീക്കാൻ. അതുകൊണ്ട് നമ്മളാരെയും അളക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. മോനിറ്റർക്ക് കുറച്ച് കൂട്ട. അജ്മീർ ഖാജാന്റെ പേരെല്ലാം വെച്ചിന് സൗണ്ട് നല്ലോണം കൂട്ടിക്കോളി. ഇന്ത്യന്റെ സുൽത്താനല്ല അജ്മീർ ഖാജ. അള്ളാഹുരുടെ എല്ലാം കാവലും നോട്ടവും നൽകട്ടെ. നാളെയുണ്ട്, മറ്റന്നാളിലുണ്ട്. അപ്പൊ നീ കുറച്ച് കൂട്ടിയെങ്കിൽ സമാധാനത്തിൽ കുറച്ച് പറയാം. അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. ഓർക്ക് വേണ്ടി എത്ര കൂട്ടിയും മതി, എനിക്ക് മാത്രം നല്ലോണം കൂട്ടിക്കോ അല്ലേ. നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടായിട്ട് എണിച്ചിട്ട് പോയണ്ട. അപ്പൊ അതുകൊണ്ട് ചെറുതും കുറച്ചതാ അല്ലല്ലേ. ചെറുതും വലുതും കണക്കാക്കുന്നത് അള്ളാഹുവാണ്. നമുക്ക് സാധ്യമല്ല, നമുക്ക് കഴിയില്ല. കുറച്ചും കൂടി കൂട്ട്.
നീ തല ഇത് പിടിച്ച് തിരുമ്പേനെ അല്ലേ, കൂടിയൊക്കെ പിന്നെ കുറക്കാം അല്ലേ. കുറേ അതിന്റെ മുന്നിൽ പറയുന്നത് നമുക്ക് അറിയുന്നേ ഏതോ കുറഞ്ഞ് കൂടി എന്നെല്ലാം പറഞ്ഞിട്ട്. ഇൻഷാല്ലാ എത്ര ഇതിലേക്ക് മോണിറ്റർക്ക് അടഞ്ഞാ മോണിറ്റർക്ക് വേണ്ട എത്ര ഈ ഭാഗത്ത് കേൾക്കുന്നേയില്ല, എടുത്തൊന്നും വലുത്തൊന്നും കേൾക്കണം, റക്കീബ് അത്തീതുള്ള പോലെ. ഞങ്ങളല്ലേ ഈ പാട്ട് പാടുന്ന ആളെല്ലാം ചെവിക്കെല്ലാം വെച്ചിട്ട് പാടുന്ന എന്തിനെന്നറിയാം, അവർക്കിങ്ങനെ കേട്ടില്ലെങ്കിൽ പറയും എന്തില്ല, ഒരു പാങ്ങില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. ചെറുതും വലുതും എന്നുള്ളത് വില നോക്കിയിട്ടല്ല, ഉറുമ്പിന് മഷി കൊടുത്ത മഹാൻ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. കിതാബ് എഴുതിയിട്ടല്ല, വയല് പറഞ്ഞിട്ടല്ല, ഉറുമ്പിന് കൊടുത്ത മഷി. അപ്പൊ ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് നമുക്ക് തീർമാനിക്കാൻ കഴിയില്ല. എല്ലാ ചെറുതും വലുതും രേഖപ്പെടുത്തിയ കിതാബുണ്ട്, 7 കിതാബുണ്ട്. വയലിലൊക്കെ കേട്ടിട്ടില്ലേ, തൗബയിലൊക്കെ കേട്ടിട്ടില്ലേ, അള്ളാഹുവിന്റെ നാളെ മശ്ശറയിൽ നൽകപ്പെടുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന 7 കിതാബ്, ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും കൊടുക്കുന്ന കിതാബ്. അതിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ, എല്ലാം അതിലുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ചെറുതും വലുതും നമ്മുടെ കാഴ്ചയിലുള്ളതിൽ ചെറുത് ചിലപ്പോ വലുതാകാം, വലുത് ചിലപ്പോ ചെറുതാകാം. അല്ലേ, ആടെ കൂട്ടണ്ട, ബുദ്ധിമുട്ടായിട്ട് വേണ്ട. അതുകൊണ്ട് ചെറുതും വലുതും നമ്മൾ കണക്കാക്കല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ബഹുമാനം കൽപ്പിക്കണം. മരിച്ച വീട്ടിൽ പോയ ഖബറിങ്ങൾ വരെ പോകണം എന്നുള്ളതാണ്. മരിച്ചോടത്ത് പോയിട്ട് ഖബറിനടുത്ത് വരെ പോയി വരുന്നതിന് വലിയ പുണ്യമുണ്ട്, ഖബറിനടുത്തേക്ക് പോകുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. മറമാടിയതിന് ശേഷം അങ്ങനെയാണ് വരേണ്ടത്, അല്ലാതെ മയ്യത്തിനെ കണ്ടിട്ട് ഓടുകയല്ല വേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിൽ ഹാജരാകണം, ഖബറിനടുത്തൊന്ന് പോയിട്ട് വരണം. അതുകൊണ്ട് ഞമ്മക്കും ഗുണമുണ്ട്, ഞമ്മക്കും മരിക്കാൻ ഉണ്ടെന്നുള്ളൊരു ഓർമ്മയുണ്ട്, നമുക്കൊരുപാട് പ്രതിഫലങ്ങളും ഉണ്ട്. ഞാൻ ഫാന് കൊണ്ടുവരാൻ ചെല്ലും, ഒരു ബത്തക്കാലം കൊണ്ടുവന്നുകൊണ്ടിരുന്നിട്ട് അല്ലേ, ബത്തക്കാലം പിന്നെ കൊണ്ടുവരാം ലാസ്റ്റ് തീരുമ്പോ അല്ലേ. നിർത്താം, ബത്തക്കല കൊടുന്ന നിർത്താൻ സമയമായി, നിങ്ങൾ ഫാൻ കൊടുന്ന കുറച്ച് പറയാം. മുഅ്മിനീങ്ങളെ, സ്വർഗം കിട്ടണം നമ്മുടെ എല്ലാത്തിനും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനൊരു തോട്ടം വേണം. അങ്ങനെ തോട്ട റൗദിലൊക്കെയുണ്ട്, മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനൊരു തോട്ടം വേണം. നീണ്ട ചരിത്രമാണ്. ആ മഹാനവരുകൾ അവിടെ നിന്ന്, ഉസ്താദായ മഹാനവരുകൾ ശിഷ്യന് വേണ്ടി തോട്ടം ചോദിക്കാൻ പോവുകയാണ്. അങ്ങനെ തോട്ടം ചോദിക്കാൻ വേണ്ടി പോയി. തോട്ടം ചോദിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ വെച്ചുകൊണ്ട് അവര് പറയുന്നു, തോട്ടം ഞങ്ങൾ വിൽക്കുന്നില്ല, തോട്ടം വിൽക്കുന്നില്ല. ഷെയ്ഖ് ജമാലുദ്ദീൻ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ആ സംഭവത്തിലൂടെ പറയുന്നു, ആ മഹാനവരുകൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു തോട്ടക്കാരന്റെ അടുത്തേക്ക് പോയിട്ട് പിന്നെയും പിന്നെയും പറയുന്നു, തോട്ടം വേണം, തോട്ടം വേണം, തരാമോ? അയാൾ പറയുന്നു, ഞാനിത് വിൽക്കുന്ന തോട്ടമല്ല, വിൽക്കുന്ന തോട്ടമല്ല. അങ്ങനെ ചോദിച്ചോണ്ട് പോകുമ്പോ ഡിമാൻഡ് ആറ് അല്ലേ. പര വിൽക്കുന്നാന്ന് കേൾക്കുമ്പോ പര വിൽക്കുന്നില്ല, ഭയങ്കര വില. ഞമ്മ വിൽക്കുന്നു പറയുമ്പോ അതിന് വിലയില്ല. ആൾക്കാർ പറയും അതെന്തായാലും കൊടുക്കുന്നു, ഡിമാൻഡ് ആക്കണ്ട, അത് ഏതായാലും. പിന്നെ ബ്രോക്കർമാരെ കൈ കിട്ടി ചെല്ലേ വേണ്ട, 40 ഉള്ളതിന് 20 ആക്കി കളക്കുന്നവർ അപ്പോളെ അത് 20 ബണ്ട്, ഇത് ബണ്ട് ഏറ്റവും കാത്തോ വിറ്റത് രണ്ടും ആയത്. അങ്ങനെയുണ്ട്. വേണ്ടാന്ന് പറയുമ്പോ ഇതിന് വിലയില്ല. ഏതൊരു വസ്തു അങ്ങനെയാണ്. വേണ്ട എന്ന് പറയുമ്പോ ഞമ്മക്ക് വേണമെന്ന് ആളുകൾക്ക് തോന്നിയാലാണ് വില. നമ്മളോടൊരാൾ ആവശ്യത്തിന് ചോദിച്ചാൽ, റോഡ് ചോദിച്ചാൽ, മാർഗം ചോദിച്ചാൽ, വഴി ചോദിച്ചാൽ, വെള്ളം ചോദിച്ചാൽ മുടക്കാൻ പാടുള്ളതല്ല, കൊടുക്കണം. പൈസക്കാണെങ്കിലും ശരി കൊടുക്കാതിരിക്കരുത്. ചില ആളെല്ലാം പറഞ്ഞു, ഞാൻ തന്നെങ്കിലും മരിച്ചോ ഉപ്പാക്ക് വരുത്താ വേലാന്ന്. ഇപ്പൊ എല്ലാരും മരിച്ചാക്ക് ദൂരിടുന്ന, ജീവിച്ചിരിപ്പുള്ള ആളെങ്കിൽ എന്തെങ്കിലും ആക്ക, കേസ ഗുൽമാല ഗലാട്ട എന്തെങ്കിലും ആക്ക.
മരിച്ച ഉപ്പാക്ക് പൊരുത്താവേല എന്ന് പറയുന്നവരുണ്ടല്ല. വഴി കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇതുപോലെയുള്ള ചെറുതായ വസ്തുക്കൾ പിടിച്ചു വെക്കുന്നവരാരോ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് അല്ലദീനഹും യുറാഊന വയംനഊനൽ മഊൻ. ഉപകാര സാമഗ്രികൾ പിടിച്ചു വെക്കാൻ പാടില്ല. അതായത് വെള്ളം, ഉപ്പ്, തീ പോലെയുള്ളത് അത് മുമ്പങ്ങനെ, അതിനുശേഷം എന്തൊക്കെയാണോ അത്യാവശ്യമുള്ള സാമഗ്രികൾ അത് പിടിച്ചു വെക്കാൻ പാടില്ല. നമ്മളൊന്നിന്റെ വില കുറക്കാൻ പാടില്ല. വില കാരണം ഒരാൾ ഉദ്ദേശിക്കുന്ന വിൽക്കുന്ന ആള് വിൽക്കുന്നതോന്റെ ബുദ്ധിമുട്ടിനാണ്. നമ്മളൊന്നിന്റെയും വില കുറച്ച് പറയാൻ പാടില്ല. ആളുകളെ വിഷമിപ്പിക്കാൻ പാടുള്ളതല്ല. എല്ലായിടങ്ങളിലും സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ശിഷ്യന് വേണ്ടി ചോദിക്കുകയാണ്, നിന്റെ തോട്ടം വിൽക്കുമോ? അപ്പോൾ ആ മഹാനവരുകളോട് ആ തോട്ടക്കാരൻ പറയുന്നു, ഇത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ച തോട്ടമല്ല. അവസാനം ചോദിക്കുന്നത് ആരാണ്? ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ആ ചോദിക്കുന്നത് കണ്ടിട്ട് അവസാനം പുരക്കാരൻ പറഞ്ഞു, ഞാൻ വിൽക്കാൻ ഒരു ഡിമാൻഡ് ഉണ്ട്, എത്ര പൈസ തന്നാലും ഞാൻ ഈ തോട്ടം തരൂല, പക്ഷേ മഹ്ശറയിൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വാഗ്ദാനം തരികയാണെങ്കിൽ ഞാൻ ഈ തോട്ടത്തിനെ വെറുതെ നിങ്ങൾക്ക് ഞാൻ വിൽക്കാൻ, ഞാൻ തോട്ടം തരാം, എനിക്ക് സ്വർഗം കിട്ടുമെന്നോ ഗ്യാരണ്ടി വേണം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ദുനിയാവിന്റെ എന്ത് ചോദിച്ചാലും ഞാനത് തരാം തോട്ടത്തിന് പകരം വിലയായിട്ട്. പിന്നെ നീ സ്വർഗം ചോദിച്ചാ ഞാൻ എങ്ങനെ തരാനാണ്? എനിക്കെങ്ങനെ സാധ്യമാണ്? അതുകൊണ്ട് നീ മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നു, ഇല്ല, എനിക്കൊരു വിലയും വേണ്ട, എനിക്ക് ഈ തോട്ടം വിൽക്കേണ്ട ആവശ്യവും ഇല്ല, ഞാൻ തോട്ടം വിൽക്കുന്നുമില്ല, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുമെങ്കിൽ ഞാൻ എന്റെ തോട്ടം തരാം. അവർക്ക് എല്ലാം കൊണ്ടും സ്വർഗം വേണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നുവരെ അല്ലാ ഞാൻ പള്ളിക്ക് കൊടുക്കുന്നു, പാവങ്ങൾ കൊടുക്കുന്നു, എനിക്ക് നിന്റെ സ്വർഗം കിട്ടണമെന്നൊരു ആശയോടെ ചെയ്തിട്ടുണ്ടോ? സ്വർഗം ആശ വെച്ച ഒരാൾക്കും സ്വർഗം കിട്ടാതെ പോവില്ല. സ്വർഗം ആശ വെക്കണം, സ്വർഗം അല്ലാഹുവോട് ചോദിക്കുകയും വേണം. അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം കിട്ടണം, സ്വർഗം ചോദിക്കണം. കയ്യെങ്കിലും കൂട്ട. ഇന്നലെയും ദിവസങ്ങളായി പരിപാടിയും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് പറയുന്നു, മൈക്കല്ല ശരിയുണ്ട്, ഒന്നും കൂടി കൂട്ടിയാ റാഹത്താകും, ഇല്ലെങ്കിൽ സൗണ്ട് ബരിക്കും. കൂക്കുന്ന പോലെ എന്തോ ആക്കണ്ട. തോട്ടം വിൽക്കണമെന്ന് പറയുമ്പോ സ്വർഗം കിട്ടുകയാണെങ്കിൽ ഞാൻ തോട്ടം തരാന്ന് പറയുമ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കളർ മാറി, അവിടത്തെ കളറുകളെല്ലാം മാറി, മുഖത്തിന്റെ കളർ മാറി. നീണ്ട ചരിത്രമാണ്. അവസാനം തല താഴ്ത്തിയിട്ട് പിന്നീട് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് റബ്ബിനെ സാക്ഷിയാക്കി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു. ഈ തോട്ടം ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറയുന്നു. മായ കൊണ്ട് കച്ചവടം നടന്നാൽ അത് പിന്നെ അഗ്രിമെന്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആ കച്ചവടം പാസ്സാണ്. ഇസ്ലാമികമായത് കച്ചവടമായി. തരാന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി നടപ്പിലായി. കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി നടപ്പിലായി. എഗ്രിമെന്റ് എവിടെയുണ്ട്, പ്രൂഫ് എവിടെയുണ്ട് എന്ന് ചോദിക്കാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യാൻ. അങ്ങനെ ആ സ്ഥലം വിറ്റു. മക്കളെ വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, മക്കളെ
തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വാ, ആ തോട്ടം ഞാൻ വിറ്റിട്ടുണ്ട്, ആ തോട്ടം ഞാൻ കൊടുത്തിട്ടുണ്ട്, അഹ്മദുൽ കബീർ തങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. മക്കള് ചോദിച്ചു എന്തിനാണ് വിറ്റത്? ഉപ്പ പറയുന്നു മക്കളെ സ്വർഗത്തിനാണ് വിറ്റത്, ഞാൻ സ്വർഗത്തിന് പകരമാണ് എന്റെ തോട്ടം വിറ്റത്, അതുകൊണ്ട് മക്കളെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കോളി, അത് നമ്മുടെ തോട്ടമല്ല. അപ്പോഴാണ് ആ മക്കൾ പറയുന്നത് ഉപ്പാ ഞങ്ങള് തോട്ടത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല, തോട്ടത്തിൽ നിന്ന് താഴെ വരൂല. എന്തേന്ന് ചോദിക്കുമ്പോ മക്കള് പറയുന്നു നിങ്ങൾക്ക് സ്വർഗം കിട്ടാനല്ലേ തോട്ടം കൊടുത്തത്, ഞങ്ങൾക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ തോട്ടം വിട്ടുതരാൻ തയ്യാറല്ല. ആ മക്കളോട് മക്കളുടെ കാര്യം ഉപ്പ അഹ്മദുൽ കബീർ തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാഹുവിനെ സാക്ഷിയാക്കി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഓരോ മക്കൾക്കും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും തോട്ടങ്ങളും അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു. അത് കടലാസിൽ എഴുതി വാങ്ങിച്ചു. കോടീശ്വരനാൻ, മുതലാളിയാൻ, ഒരുപാട് തോട്ടമുള്ളവനാൻ. പക്ഷെ ആ മനുഷ്യന്റെ ആഗ്രഹം മരിച്ചു കഴിഞ്ഞാ സ്വർഗം കിട്ടണമെന്നാണ്. ഇവിടെ ഇത് ദുനിയാവാൻ, ഇവിടെ എല്ലാ ആഡംബരങ്ങളും കിട്ടണമെന്ന് കൊതിക്കണ്ട. ആഡംബരം കിട്ടിയവന്റെ ആഡംബരം നഷ്ടപ്പെട്ടു പോകാനും കൊതിക്കണ്ട. പിന്നെ ആർക്ക് ആഡംബരം കിട്ടിയാലും, ആർക്ക് വീട് കിട്ടിയാലും, ആർക്ക് വാഹനം കിട്ടിയാലും, ആർക്കെന്ത് കിട്ടിയാലും അതുകൊണ്ട് നിനക്ക് വെറുപ്പോ ബേജാറോ ഉണ്ടാകാൻ പാടില്ല. അവന് കൊടുത്തത് അല്ലാഹുവാൻ, ഫിർഔനിന് കൊടുത്തത് അല്ലാഹുവാൻ, ഖാറൂന് കൊടുത്തത് അല്ലാഹുവാൻ, എല്ലാ ധിക്കാരികൾക്കും കൊടുത്തത് അല്ലാഹുവാൻ, നമുക്കും തരുന്നവൻ അല്ലാഹുവാൻ. അല്ലാഹുവിന്റെ അടുക്കൽ ധാരാളം ധാരാളമുണ്ട്. ചോദിക്കണം എന്നാണ്, ചോദിക്കണം, മടിക്കരുത്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടടോ മടിക്കണ്ട. ദുആയാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. ധാരാളം ദുആ ചെയ്യണം. മക്കള് നന്നാകാൻ ഉമ്മ ദുആരക്കണം, മക്കള് സ്വാലിഹീങ്ങളാവാൻ ഉമ്മ ദുആരക്കണം, മക്കൾ ഉപകാരപ്പെടുന്ന മക്കളാകാൻ ഉമ്മയും ഉപ്പയും ദുആരക്കണം. ഉമ്മാന്റെയും ഉപ്പാന്റെയും ദുആ അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. അതുകൊണ്ടല്ലേ ഹൽ ദഅഉത അലൈഹി, നീ നിന്റെ മോൻക്കെതിരെ ദ്വാരന്നിട്ടുണ്ടോ? നഅം, ഞാൻ ദ്വാരന്നിട്ടുണ്ട്. അന്ത അഫ്സത്ത, നീയാണ് നിന്റെ മോനെ കേടാക്കിയത്. ഉമ്മയും ഉപ്പയും മക്കൾക്കെതിരെ ദ്വാരന്നു പോകണ്ട, ശപിച്ചു പോകണ്ട. എന്തും അവർക്ക് സങ്കടമാകുന്ന രൂപത്തില് തമാശക്ക് പോലും പറഞ്ഞു പോകണ്ട. അല്ലേ, മംഗലെല്ലാം കഴിയുമ്പോ, ഫസ്റ്റ് മംഗലെല്ലാം കഴിഞ്ഞപ്പോ ഭാര്യയോടൊരു സ്നേഹവും മറ്റൊക്കെ കാണുമ്പോ ഉമ്മയുപ്പയും ബേജാറായിട്ട് ശപിച്ചു പോകണ്ട. അതുകൊണ്ട് നമ്മൾ ചെറുതും വലുതുമായിട്ട് കണക്കാക്കുന്നതൊന്നുമല്ല. അല്ലാഹു ചിലപ്പോ നിന്റെ എല്ലാ സുഖങ്ങളും നിനക്ക് മാപ്പ് തരുന്നു. എന്തുകൊണ്ട്? ഖനാഅത്ത് കൊണ്ട്, കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടുക. സ്വർഗം എളുപ്പത്തിൽ കിട്ടാനുള്ള ഏറ്റവും എളുപ്പത്തിന്റെ വഴിയാണ് വഖനാബി സർക്കിൽ മുസ്തഹാവൽ ഫാഖിരി മിമ്മതുഅമിമ്മ മലാബിസിം വമനാസില. കിട്ടിയ വീട് നമുക്കെല്ലാവർക്കും ബേജാറ്. നമ്മളെ പൊര ചെറുതായി നല്ല ബേജാറ്, അപ്പുറത്തോന്റെ വീട് വലുതായി എന്നുള്ളതാണ് ബേജാറ്. നമ്മുടെ കാറ് ചെറുതായി എന്നുള്ളതല്ല ബേജാറ്, മറ്റോന്റെ കാറ് വലുതായി എന്നുള്ളതാണ് ബേജാറ്. അവന് സ്വർഗമില്ല, നിനക്ക് സ്വർഗം വേണോ? കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടുക. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പൊതുവല്ല ആയ പിന്നെ
എൻഗേജ്മെന്റ് എന്ന് രാത്രി 4 ഫോൺ വരുന്നു. നല്ലൊരു പെണ്ണുണ്ട്, വലിയ ആചാറ്, കാറുണ്ട്, പൊന്നുണ്ട്, അതുണ്ട് ഇതുണ്ട്. എപ്പോ 2 കൊല്ലായി ഇടി സർവത്ര ബ്രോക്കർമാരിലും ചെല്ലിട്ട് പൊതുവെല്ലാം നോക്കിയിട്ട് അവസാന ലാസ്റ്റ് എന്താക്കുന്ന കിട്ടിയത് മതിയിട്ട് ഒത്തിട്ട് വന്നിട്ട് മാല ചോക്ലേറ്റ് എല്ലാം കൊടുത്തിട്ട് വന്നിട്ട് ഫരക്കെത്തുമ്പോണ്ട് അന്ന് രാത്രി ഫോൺ. പിറ്റേന്ന കാലത്തെ വേറെ ഫോണ് സുറൂന്ന് പൊതുവായ നല്ലൊരു പാർട്ടിയുണ്ട് മുണ്ടട്ട. ഈ 2 കൊല്ലക്കാലം വന്നിട്ട് റജൽ അങ്ങനെ പോയിന പൊതുവാവാതെ. ഇത് കാൽക്കട് ആയെങ്കായി പോയങ്ങ് പോയിട്ട് ഒരു ബക ഉറപ്പിച്ചിട്ട് വന്ന് നോക്കുമ്പോ സുറൂന്ന് രണ്ടാമത്. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു KSRTC ലോക്കൽ ബസ്സിൽ കയറിയിട്ട് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തപ്പോഴാണ് കാത്ത് ലാസ്റ്റ് എടുത്തത് ഇനി ബസ്സില്ലാതായി പോണ്ടാന്ന്. അപ്പോണ്ട് വന്നിട്ട് ഐറാവത്തെ വന്നിട്ട് ബാംഗ്ലൂർ അല്ലേ. അങ്ങനെയാണ് സർവ്വസാമാന്യം. അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയാണ്. പൊതുവെന്നല്ല ചെല്ലുമ്പോ ചിരിക്കുന്നു. അപ്പൊ ചില ആൾക്ക് ഇങ്ങനെ ആയി നീ തോന്നുന്നു പൊതുവല്ല മംഗളത്തിന്റെ വിഷയത്തിൽ. അതില് പിന്നെ ജയിച്ചോരാരുമില്ല. ആണും ജയിച്ചിട്ടില്ല, പെണ്ണും ജയിച്ചിട്ടില്ല. പ്ലസ് മൈനസ് തന്നെ കിട്ടല് അല്ലേ. എല്ലാവർക്കും അങ്ങനെ. പാവം പെണ്ണിന് ഭയങ്കര ജോറിന്റെ പുതിയാപ്പിളക്ക് പാവം പെണ്ണ്. എല്ലാരും അങ്ങനെ നല്ല ചിലര് നല്ല പാവം പെണ്ണും പാവം പുതിയാപ്പിളും അങ്ങനെ അപൂർവത്തില് അങ്ങനെയൊക്കെ ആവലുണ്ട് ഏതുമായിട്ട്. ഇനി ഇപ്പൊ ഇരുന്നിട്ട് ചോദിച്ച കൈ ഇങ്ങനെ വെക്കുന്നു എന്താക്കുന്നേന്ന്. ഞാൻ ജോറാ വണ്ടിയല്ലേ. ഇനി ഈനാട്ടിയേറെ ജോറാന്ന് എങ്ങനെ ആയ ജോറ് കിട്ടി. അതല്ല ഞമ്മ ഇങ്ങനെ ബ്രോക്കർ മുണ്ടിട്ട് എന്തോ ആനല്ല. അതിങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയതങ്ങ് ആവലാണ്. അതങ്ങനെ ആയി കിട്ടലാണ്. റബ്ബിന്റെ ഖദറാണ്, അല്ലാഹു നൽകുന്നതാണ്. ആ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടാറിഞ്ഞാല് അള്ളാഹു ബൈക്ക് തന്നതിന് കാർ എടുക്കാൻ പാടില്ല എന്നില്ല, കാറ് മാറ്റാൻ പാടില്ല എന്നില്ല. ഭാര്യനെന്തോ ആക്കിയിരുന്ന ഭാര്യ തന്നെങ്കിൽ നല്ലോണം മരിക്കോളം സന്തോഷത്തിൽ നോക്കുക എന്നുള്ളതാണ്. അള്ളാഹുവേ കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. പണ്ടല്ല പെണ്ണുമക്കൾക്ക് പൊതുവിന്റെ ബേജാറുണ്ട്. ഇപ്പൊ ആണുകിടാക്കൊക്കെ പൊതു ഇല്ലാന്ന്. പോയടത്തല്ല ബാലക്കാർ കൈപിടിച്ച് ചെന്ന് ഉസ്താദ് ദ്വാരക്കണം. ഒത്തിരി വയലല്ലേ സ്വാലിയത്തായ പെണ്ണിന് പോകുമ്പോ ബാലക്കാർ ചെന്ന യാ ഉസ്താദ് സ്വാലിയത്തായെങ്കോ പോവും അല്ലെങ്കോ എങ്ങനത്തെ ഒന്ന് കിട്ടിങ് മതിന്ന്. അങ്ങനത്തെ അവസ്ഥ ഇനിയിപ്പോ പെണ്ണില്ല. എവിടെ പോയെങ്കിലും പെണ്ണില്ല. അള്ളാഹു നമ്മുടെ മക്കളിൽ കുടുംബത്തിലൊക്കെ സന്തോഷമുള്ള കുടുംബജീവിതം നൽകട്ടെ. കിട്ടിയത് കൊണ്ടെല്ലാം പൊരുത്തപ്പെട്ടാൽ, അങ്ങനെ നീ പൊരുത്തപ്പെട്ടവനാണെങ്കിൽ മഹ്ശറയിൽ കിരീടം വെച്ച രാജാവിനെ പോലെ നിന്നെ ആളുകൾ ബഹുമാനിച്ച് നീ സ്വർഗത്തിലേക്ക് പോകാനുണ്ട്. അതാണ് സ്വർഗം കിട്ടാനുള്ള ഒന്നാണ് ഖനാത്ത് എന്നുള്ളത്. കിട്ടിയ മക്കൾ, കിട്ടിയ ഭാര്യ, ഉള്ള തോട്ടം, ഉള്ള കൃഷി, ഉള്ള സൗന്ദര്യം, എന്ത് സൗന്ദര്യമാണോ ഉള്ളത് ആ സൗന്ദര്യം കൊണ്ട് പൊരുത്തപ്പെടുക. ഇത് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി എന്തെല്ലോ ക്രീമുകൾ ഇട്ട് പറ്റിയിട്ടെല്ലാം അല്ലെ. പാതിരാക്കല്ല ഉറക്കിലണിച്ചിട്ട് പെണ്ണുങ്ങളെ നോക്കിയെങ്കിൽ ആർട്ടുപയിലാവും വേസട്ട പോലെ അല്ലെ. അതും ഇതല്ല ഭാര്യ വലിച്ചിട്ട്. എന്റെ ഇടയ്ക്ക് ഒരാളില്ലേ ഇത് ഷർട്ടിന്റെ കരി ഉണ്ടാകുന്നുണ്ട്. ഷർട്ടിന് എന്തെന്നുണ്ട് ഷർട്ടിക്ക് ഷർട്ട് അറിയില്ലേ? അല്ല നിപ്പിക്കണ എന്താ മുണ്ടുന്നില്ല. എന്താ ഷർട്ടിയോടെ എത്ര ചോട്ടി? ഷർട്ടി എന്താ പൂജന്റെ സാമാനല്ല. ഷർട്ടിന്റെ കരി വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് നേട്ടെങ്കിൽ അത് ഷർട്ടിന്റെ പൊടിയിലെല്ലാം ഇട്ടിട്ട് ഇതാക്കിയിട്ട് രാത്രി കിടക്കുമ്പോ തേക്കാന്. ഞാൻ പണ്ടല്ല ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോണ്ടായി കൊറക്കാറ്റ് വന്നോണ്ടായിരുന്നു ഹോയ് നയിക്കൊണ്ടല്ലേ കത്തി പിടിച്ചോണ്ട് ഇടണ്ട. ഇല്ല ബായ് വളക്കുന്നല്ല ഇല്ലേ കൊറക്കയില്ലേ ഇവിടെ. അങ്ങനെ വന്നോണ്ടേ ഞങ്ങളെ നാട്ടിലെ ചെറുതുണ്ടാകുമ്പോ എല്ലാം കറുപ്പ് തേച്ചിട്ട് ആടയുടെ എല്ലാം കറുപ്പ് തേച്ചിട്ട്. അപ്പൊ ഇതെന്തിന്? മുഖം വെളുക്കാൻ തേക്കാൻ വേണ്ടിട്ട് കരിക്കട്ടനെ ഇനെ ഷർട്ടിനെ കത്തിച്ചിട്ട് അതിലേക്ക് തയർ വെച്ചിട്ട് എല്ലാം ചേർന്നല്ലേ. എല്ലാം ചെല്ലിക്ക് നാളെ സുറൂന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ഇതിനാക്കി നോക്കൂ വെളുക്കുന്ന. ഇങ്ങനെയുള്ള അവസ്ഥകളാണ്. വെളുക്കാനും ചന്താകാനും എന്തും ചെയ്തു പോകണ്ട. ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു നോക്കാം. പലരുടെയും കിഡ്നി ലിവറുകൾ അടിച്ചുപോയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കുകളും ക്രീമുകളും അതിന് കാരണമായിട്ടുണ്ട്. ഉമ്മമാരെ, രക്ഷിതാക്കളെ, സൗന്ദര്യമില്ലെങ്കിലും വിരോധമല്ല. കിഡ്നിയും ലിവറൊക്കെ അടിച്ചുപോയാ ആര് തരാനാണ്? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ.
നമുക്ക് റബ്ബ് താല തന്നില്ലേ? സൗന്ദര്യം തന്നവനവനാണ്, കൈകാലുകൾ തന്നവനവനാണ്, എല്ലവും തന്ന ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത്. ആ റബ്ബ് താല തന്നത് കൊണ്ട് പൊരുത്തപ്പെടുക, കിട്ടിയ ഭാര്യനെ കൊണ്ട് പൊരുത്തപ്പെടുക, കിട്ടിയ ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെടുക. അതുപോലെ സ്വർഗം കിട്ടാൻ മറ്റൊന്നാണ് നീണ്ട സുജൂദ് ചെയ്യുക, ധാരാളം നേരം സുജൂദിൽ കിടക്കുക. സുജൂദിൽ കുറെ നേരം. എപ്പോ? ഫർളിസ്കാരത്തിലല്ലോ. ചിലപ്പോ സുജൂദിലേക്ക് യാറഫ്വാൻ ചെല്ലിട്ട് ഒന്നാമത്തെ റക്അത്തിന് സുജൂദിന് പോയിട്ട് അത്തഹിയാത്തിന് നേരെ ഇരുന്നിട്ട് സലാം വിട്ടുന്നവരല്ല, അങ്ങനത്തെ സുജൂദല്ല. സുജൂദിൽ തിരക്കാക്കാൻ പാടില്ല. സുജൂദിന് പോയാൽ നമുക്ക് ഈമാനുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സുന്നത്ത് നിസ്കാരത്തിൽ സുജൂദിൽ പോയാൽ സുജൂദൊന്ന് തല പെട്ടെന്നെടുക്കാൻ മനസ്സില്ലെങ്കിൽ നമുക്ക് ഈമാനുണ്ട് എന്നർത്ഥം. സുജൂദിലേക്ക് പോകുന്നതിനെ കാട്ടിയും സ്പീഡില് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാനില്ല എന്നർത്ഥം. നാളെ നിന്നെല്ലാറെ സുജൂദ് നോക്കണ്ട, ഓനി നോക്കണ്ട, നിനക്ക് ഈമാനുണ്ടാ നോക്കാം സ്വന്തം. ഇപ്പൊ എല്ലാവർക്കും ബേജാറ് മറ്റോൻ ചെല്ലുമ്പോ ചെന്ന് ഉസ്താദ് ഒരാളെ നമ്മണ്ട, അവനെ നമ്മണ്ട, എല്ലാവർക്കും മറ്റൊരാളെ പറ്റി ബേജാർ. ഞാൻ എങ്ങനെയാണ്, എന്റെ ഈമാൻ എങ്ങനെയാണ്, എന്റെ ഇഖ്ലാസ് എങ്ങനെയാണ്, എന്റെ തഖ്വ എങ്ങനെയാണ്, അതാർക്കും ഓർമ്മയില്ല. മരണവേളയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹുദൈഫ തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല മോനെ, ഷഹീദാകാൻ പോകുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ, മരിക്കാൻ പോകുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ, കുത്തിയിട്ട് രക്തമൊലിക്കുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അല്ല അമീറുൽ മുഅ്മിനീൻ, ഇപ്പൊ എന്തിനാണ് ഈ മരിക്കാൻ പോകുമ്പോ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ്? അല്ല, എനിക്ക് ലിസ്റ്റ് നോക്കാനല്ല, ആരാണ് മുനാഫിക്ക് എന്നറിയാനല്ല. ഈ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേര് ആ മുനാഫിക്കീങ്ങളുടെ പേരിലുണ്ടോ ഇതറിയാൻ മാത്രമാണ്. ആരാണ് ഉമറും ഫിൽ ജന്ന, എന്റെ ഉമർ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ ആ ഹബീബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടക്കാരനായ ഉമർ തങ്ങളാണ് ചോദിക്കുന്നത്. സാഹിബി സിറുകൾ സൂക്ഷിച്ചു വെക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നബി തങ്ങൾ കടലാസ് തന്നിട്ടില്ലേ? മുനാഫിക്കീങ്ങളുടെ പേര് തന്നിട്ടില്ലേ? ആ പേരിൽ എന്റെ പേരുണ്ടോ? സുബ്ഹാനല്ലാഹ്, അവരുടെ പേടി അതാണ്, അവരുടെ ഈമാൻ അതാണ്. അതുകൊണ്ട് നീണ്ട സുജൂദ് ചെയ്തോ, സുജൂദിൽ നീ കരഞ്ഞോ, മലയാളത്തിലൊന്നും പറയണ്ട, കൽബിൽ മനസ്സിൽ വിചാരിച്ച് റബ്ബിലേക്ക് സുജൂദിലായി നീ എടുത്തുകൊള്ളുക. എന്നാൽ നിനക്ക് ഏറ്റവും വലിയ രക്ഷയാണ്. മറ്റൊന്ന് സ്വർഗം വേണോ? സബറുണ്ടാകണം, ക്ഷമയുണ്ടാകണം. എല്ലാത്തിലും ക്ഷമിക്കണം, ക്ഷമിക്കാൻ കഴിയണം. എല്ലാവർക്കും അത് സാധ്യല്ല. ക്ഷമ എന്നുള്ളത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ ലക്ഷണമാണ്. സബർ, ക്ഷമ അല്ലേ? നടന്നുകൊണ്ട് പോകുമ്പോ ഒരു വണ്ടിക്കാരൻ കുഴിയിലേക്ക് ഇട്ട് ചേറ് നമ്മളെ മുഖത്ത് എല്ലാ ഡ്രസ്സിൽ നല്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോഴാണ് വെള്ളിയാഴ്ച നമ്മുടെ മേത്തേക്ക് ചേറ് പാറിയത്. നമ്മൾ എന്തു പറയും? നിങ്ങളെന്തു പറയും? മുണ്ടല അല്ലേ? എന്ത് മുണ്ടല? നിങ്ങൾക്ക് തച്ചകം മുണ്ടലാന്ന് തോന്നുന്നു. അത്ര നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് ഇത് എന്നിന്റെ നിപ്പിക്കാൻ ഇരിക്കുന്നതാ, അല്ല എന്നെങ്ങനെ കണ്ണു മറിച്ചിട്ട് നോക്കിട്ട് പേടിപ്പിക്കുന്ന? എന്തു അറിഞ്ഞില്ല. നിങ്ങൾക്ക് ഒരാള് ചേറ് പാറച്ചിട്ട് പോയെങ്കിൽ എന്ത് പറയും? എന്നും മുണ്ടല. നിങ്ങൾക്ക് വയതിന്റെ തന്നെ ആവശ്യമില്ല, നേരെ സ്വർഗത്തിലേക്ക് അല്ലേ? അത്ര ഇത്ര നല്ല മനുഷ്യന്മാർക്കല്ല ബയല് പറയുന്ന നമ്മളെ പറയണം. ഒന്നും മുണ്ടൂല, നല്ല മനുഷ്യന്മാർ അല്ലേ? ഒന്നും മുണ്ടല, ഒന്നും പറയല. ചില ആൾ ഇങ്ങനെ പ്ലസ് മൈനസ് അല്ലേ, നേരെ ചെല്ലുന്നില്ല. എന്റെ വാദം എങ്ങനെയെന്ന് കേട്ടെങ്കിൽ, മുണ്ടു നാളെ നമ്പ, മുണ്ടാത്താളെ തീരെ നമ്പങ്ങല, അടിക്ക് തലയിടുന്നവനെ ഒരിക്കലും നമ്പങ്ങല. ഔലിയാക്കന്മാരല്ലോ, മഹാന്മാർ സൂഫിയാക്കളെല്ലാം അങ്ങനത്തോറുണ്ട്. അത് വേറെ. നമ്മളിലുണ്ടല്ലോ അർദ്ധവർദ്ധ, അടിക്ക് തലയിട്ടിട്ട് വാര കണ്ണിൽ നോക്കുന്നെന്നെല്ലാം പറയുന്നത് അല്ലേ? അങ്ങനത്തെ തട്ടിപ്പാണ്.
മുണ്ടാപ്പൂച്ച കലൊടക്കുന്ന നില പറയലുണ്ട്. മുണ്ടാത്തോറാണ് ഏറ്റവും ഡേഞ്ചർ. മുണ്ടണം, എന്തെങ്കിലും ഒന്ന് മുണ്ടണം. അല്ലാഹു ഖൈർ നൽകട്ടെ. ആർക്കെതിരെ മുണ്ടണോ? ചെറുതീർപ്പിച്ചതിനെതിരെ ആടമുണ്ടാൻ പാടില്ല. ഞമ്മക്ക് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ ഗ്ലാസ് ഇട്ടോണ്ട് പോന്നു. ഓൻ കുറച്ച് അർജന്റിൽ ഗടിപിടിയിൽ സീത വന്നിട്ട് പോയെങ്കിൽ ഈ ഗ്ലാസ് എടുക്കുന്ന പുറത്തില്ല പറയുന്ന പറച്ചല് കണ്ണ് പൊട്ടിയിട്ട് പോയി, അവന്റെ മണ്ണ് തിന്നിട്ട് പോയി, അവന്റെ ഒടുക്കത്തിന്റെ പോക്ക് പോയി, എന്തെല്ലാം പറയുന്നിട്ടില്ല. ഓനിപ്പോ കേട്ടിട്ടില്ല. ഞമ്മക്കൊരു സമാധാനം പറഞ്ഞിട്ടൊരു സമാധാനം അല്ലെ, ഞമ്മന് പറഞ്ഞിട്ടാകുമ്പോ ഞമ്മക്കൊരു സന്തോഷം. ആരും വേണമെന്ന് പറഞ്ഞിട്ട് വണ്ടി അടിക്കൂലല്ല, വേണമെന്ന് പറഞ്ഞ് ചേറ് തെറിപ്പിക്കുവോ? ഇല്ല. അതുകൊണ്ട് നിനക്ക് കൂലിയുണ്ട്, അതുകൊണ്ട് നിനക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് നീ ക്ഷമിക്കുകയാണെങ്കിൽ നീ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു നിനക്ക് ക്ഷമിക്കുന്നുണ്ട്. സബറെടുക്കുക, വിഷമങ്ങൾ വരാം. ഒരു വീട് കത്തി, വീട്ടിലുള്ള എല്ലാവരും കത്തി. വീട്ടുകാരനോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെല്ലാം കത്തി മരിച്ചുപോയി, നിങ്ങളുടെ വീടും വീട്ടിലുള്ള സ്വത്തുക്കളെല്ലാം കത്തി നശിച്ചുപോയി. എങ്ങനെ? മക്കളെല്ലാരും കത്തി നശിച്ചിട്ട് പോവുക, വീട് മുഴുവനും കത്തിച്ചാമ്പലാവുക. ഞമ്മക്കല്ല അങ്ങനെ ഞമ്മ എന്താക്കും അല്ലേ? അങ്ങനെ എല്ലാത്തിലും ക്ഷമിക്കാൻ നമുക്ക് സാധ്യല്ല. ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, മക്കളെ തന്ന റബ്ബ് മക്കളെ കൊണ്ടുപോയി, വീട് തന്ന റബ്ബ് വീട് കൊണ്ടുപോയി. തന്നവനല്ലേ കൊണ്ടുപോയത്, വേറെ ആരും ഇല്ലല്ലോ. ശൈത്താനാണിത് പൊളിച്ചു കളഞ്ഞത്, ശൈത്താനാണ് തീ കൊടുത്തിയത്. ശൈത്താൻ ഈ മനുഷ്യന്റെ ഈമാനിൽ അസൂയ പൂണ്ടിട്ട് ഇയാള് റബ്ബിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് തീ കൊടുത്തിട്ട് വീട് മുഴുവനും കത്തിച്ചമ്പലാക്കിയിട്ട് മക്കള് മുഴുവനും കരിക്കട്ടകളായി മരിച്ചിട്ട് ആ ഉപ്പാക്കൊരു സങ്കടവും ഇല്ല. അദ്ദേഹം പറഞ്ഞത് എന്താന്നറിയോ? തന്നോനല്ലേ കൊണ്ടുപോയത്, ബേജാറില്ല. നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാമെങ്കിൽ അൽഹംദുലില്ലാഹ്. എങ്ങനെ? ഉള്ള മക്കളെല്ലാം മരിച്ചുപോയി, ഉള്ള വീട് മുഴുവനും കത്തിപ്പോയി. നമുക്ക് ചെറിയൊരു പനി വരുമ്പോ ഞമ്മ പറയും, ഞമ്മക്ക് തന്നെ എന്താ ഇങ്ങനെ അല്ലേ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ അല്ല. റബ്ബ് ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഒന്നാണ് പരീക്ഷണം എന്നുള്ളത്. അംബിയാ മുർസലീങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രവാചകനെ മുറിച്ച് 2 പീസാക്കിയിട്ടുണ്ട്. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട നബിമാരിൽപ്പെട്ടവർ മരത്തിൽ മുറിച്ച് പൊളിയാക്കുമ്പോ 2 പീസാക്കുമ്പോ ഒരു പ്രവാചകൻ, ഒരു നബി 2 കഷ്ണമായിട്ടുണ്ട്. നമ്മളെ മുത്ത് റസൂലുള്ള നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ചീഞ്ഞ് നാറുന്ന കൊടൽമാല മുത്ത് റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ഇട്ടിട്ടുണ്ട്. അതിനട്ട് നമ്മളെ നാട്ടുകാർ മോശമില്ല അല്ലെ, നമ്മളെ നാട്ടുകാർ അത്ര രൂപത്തിലാക്കീന. ചെല്ലുമ്പോ ചെലീനി ഓ കട്ടിട്ടാക്കിയ പൈസ, ഡോങ്കിന്റെ പൈസ, ഓന്റെ ആങ്കാറ, ഓന്റെ മക്ക ശരിയില്ല, അത് ഇത്രല്ല ചെൽ, ഇങ്ങനെല്ലാം ഇടങ്ങേറാക്കീന. ഇല്ല, ഇത്ര ഇടങ്ങേറൊന്നും ആക്കിയിട്ടില്ല. ആർക്കും ഇടങ്ങേറാക്കരുത് മുമ്മിനെ, ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. മുസ്ലിമിനെയോ അമുസ്ലിമിനെയോ ബുദ്ധിമുട്ടിക്കരുത്. ആരെ ബുദ്ധിമുട്ടിക്കുന്നവനും ആക്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമോ ഒരു റെക്കമെൻഡുകാരോ കിട്ടാൻ പോകുന്നില്ല. കശ്മീരിൽ നടന്ന വേണ്ടാത്തരങ്ങളെ നമ്മൾ ശക്തമായി എതിർക്കുന്നു. അത് അനിസ്ലാമികമാണ്, അത് അമാനുഷികമായ പ്രവർത്തനങ്ങളാണ്. ഇവിടത്തെ ഐക്യം തകർക്കാൻ, ഇവിടത്തെ സമാധാനം തകർക്കാൻ ലോക മുസ്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ഇന്ത്യയുടെ എല്ലാ മുഫ്തിമാറും എല്ലാരും പറഞ്ഞു അത് തെറ്റാണ്. ഇവിടെ ഇന്ത്യയിൽ, ഈ ഭാരത രാഷ്ട്രത്തില് ഇവിടെ അനൈക്യമുണ്ടാകണം, ഇവിടെ അവരുടെ ആവശ്യം പൂർത്തിയാകണം. കാവൽഭടന്മാരെ എടുത്തു കളയുന്നു. വ്യത്യസ്തങ്ങളായ തിന്മകളാണ്. നമ്മളാരും അത്തരം മോശങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ആര് ചെയ്താലും അത് തെറ്റാണ്. അല്ലാഹ് ലോക മുസ്ലിമീങ്ങളിൽ നീ ഖൈർ നൽകണേ. അല്ലാഹ് പാടില്ല, പൂച്ചയെ കൊല്ലാൻ പാടില്ല,
നായിക്ക് കല്ലെറിയാൻ പാടില്ല. നായിക്ക് നമ്മളെ പേരന്റെ മുറ്റത്തും നായി കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് കണ്ടെങ്കിൽ മുണ്ടാതിരുന്നിട്ട് കണ്ണ് മറിച്ചിട്ട് നോക്കൂ അല്ലേ? നായി കണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് കല്ലെറിയും. അതാണ് കല്ലെറിയും. നായിക്ക് കല്ലെറിയാൻ ആരും പറഞ്ഞിട്ടില്ല. നായയിലെ റോട്ടിലെ പോന്ന നായിക്കല്ലോ വിളിച്ചിട്ട് കല്ലെറിയുന്ന ആളുണ്ട് അല്ലെ? വിളിച്ചിട്ട് ചായ കൊടുക്കുന്ന പോലെ വിളിച്ചിട്ട് കല്ലെറിയുന്ന ആളുണ്ട്. ആ കല്ല് പോയിട്ട് നായിക്ക് കിട്ടിയിട്ട് നായ ഒരു ഒരു സൗണ്ട് ആക്കി മനസ്സിലേക്ക് എന്തോ ഒരു കോസി അല്ലേ? അല്ല, അത് ഇസ്ലാമികമല്ല, തെറ്റാണ്, ശരിയല്ല. ഒരു ജീവികളെയും ധാരാളം ദിക്ർ ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തവള, കോഴി ധാരാളം തസ്ബീഹ് ദിക്റുകൾ ചൊല്ലുന്നുണ്ട് ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. കോഴി അറക്കുന്ന ആള് ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളാണെന്നാണ്. പിന്നെ അത് പോയി നിസ്കരിക്കുന്ന ആളാണെന്നായി. നിസ്കരിക്കുന്ന ആള് പോയി മുസ്ലിം ആരർത്താലും കഴിക്കാം. പക്ഷേ അതിന്റെ ഹുർമത്ത് എങ്ങനെയാണ്? കോഴി അറക്കുമ്പോ, പോത്തറക്കുമ്പോ, ആടറക്കുമ്പോ നല്ല മൂർച്ചയുള്ളത് കൊണ്ട് അറക്കണം. അറുക്കുന്ന വേളയിൽ പോലും അതിനോട് കാരുണ്യം വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാമണിക്കൂർ മണി പറയാലല്ലേ? 11 കാലോളം പറയാല്ലേ? നിർത്തണ? സുബ്ഹാനല്ലാഹ്, എന്ത് കേട്ടൊക്കെ മുണ്ടില്ല എന്താക്കണം. ഈ നാട്ടിൽ പെണ്ണുങ്ങാവും. പെണ്ണുങ്ങളോട് കേട്ടാക്കി വെച്ചു അലട്ടി. ഒന്നാ നിർത്തി അലട്ടില്ല, നിർത്തണ്ട അലട്ടി. നിങ്ങളൊക്കെ പാവങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് എല്ലാത്തിലും നല്ല സബറുണ്ടാവുക, എല്ലാത്തിലും ക്ഷമിക്കുക. വയസ്സാവുമ്പോ ചിലപ്പോ ഉമ്മയുപ്പയല്ലോ ഇല്ലാത്തതും പറയും, ഉള്ളതും പറയും. നമ്മൾ വിചാരിക്കാത്തത് പോലും ഉമ്മ പറയും, ഉപ്പ പറയും. ക്ഷമിക്കുക, സബറെടുക്കുക, കൂലിയുണ്ട്, സ്വർഗമാണ്. ഭാര്യ ഇപ്പൊ പൊന്നിന്റെ ബലയില നോക്കിയിട്ട് എപ്പോഴും സുബൈക്കണിച്ചിട്ട് അന്ന് അതിനെ വിറ്റിട്ടില്ലെങ്കിൽ, ഇന്ന് വിറ്റില്ലെങ്കിൽ ഇത്ര ലക്ഷം കിട്ടലാഞ്ഞ, എന്തില്ലെങ്കിൽ മക്കാവാലാഞ്ഞ, നിങ്ങ വിക്കണ്ടാന്ന് ചൊല്ലിട്ടില് നിങ്ങല്ലേ വിറ്റ് ഇപ്പൊ എടുത്തു തരുവാരാ കളാട്ടെ. ഓ എടുത്തു തരുന്ന ഓന്റെ കിഡ്നി വിറ്റെങ്കിലും അത്ര തീരല്ല, അത്ര കടമുണ്ട്. ഓക്ക് ബേജാറാണ്ടായിട്ട് ഓയിനെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പെണ്ണുങ്ങൾക്ക് ഒരാശ അല്ലേ? പൊന്നു നില പറഞ്ഞ എന്ത് ആശയാണ്? 1 ഗ്രാമി എത്ര നല്ലത് കൊടുത്തെങ്കിലും പൂർത്തിയാകുന്നില്ല. പൊന്നിന് പൊന്നെ അല്ലേ? എന്തിനാ ഈ പൊന്ന്? അള്ളാഹു നമുക്കല്ലേ അവസാനെല്ലാം ആകുമ്പോ പൊന്നിന് ആളുണ്ടാവൂല എന്നാണ്. അത്രയും സ്വർണ്ണം ഉണ്ടാകും. സ്വർഗത്തിലെല്ലാം സ്വർണ്ണമാണ്. ഭയങ്കരമായിട്ട് പൊന്നുണ്ട്. ഉമ്മമാരെ, 1 പവനും 2 പവനും 100 പവനൊന്നും അല്ല, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും സ്വർണം അള്ളാഹു സ്വർഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ കെട്ടിടങ്ങളിൽ പോലും സ്വർണമുണ്ട്, മുത്തുരത്നങ്ങളുണ്ട് അല്ലെ? വലിയ വലിയ ഡയമണ്ടുകളുണ്ട്, ഒക്കെയുണ്ട്. അള്ളാഹുവേ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാത്തിലും ക്ഷമിക്കുക. ഭാര്യയുടെ വക്കലിൽ നിന്ന് എപ്പോഴും ചിലപ്പോ കിരി ഉണ്ടാവും. ചായ വെക്കുമ്പോഴും ചോറ് വെക്കുമ്പോഴെല്ലാം ഉമ്മമാരെ അപ്പോഴൊക്കെ ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. ധാരാളം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ സബർ വരാൻ നല്ലതാണ്, സ്വർഗം കിട്ടാൻ നല്ലതാണ്. നല്ലോണം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോ സ്വലാത്തുകൾ രക്ഷക്കുള്ള വഴിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദറിൽ അലീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. 7 തവണ രാത്രി ചൊല്ലിയാൽ സുബ്ഹി വരെ ഇബാദത്തെടുത്ത കൂലിയാണ് ഈ സ്വലാത്ത്. ഈ ഒരു സ്വലാത്ത് വേണമെങ്കിൽ വേണ്ടവർക്ക് എഴുതി തരാം, അല്ലെങ്കിൽ ലൈവിലൂടെ നോക്കിയെടുക്കാം. ഇത് 7 തവണ രാത്രി മഗ്രിബിന് ചൊല്ലി, അല്ലെങ്കിൽ കിടക്കുമ്പോ ചൊല്ലി സുബ്ഹി വരെ ഇബാദത്തെടുത്ത കൂലിയാണ്. പകല് ചൊല്ലിയാൽ കാവലാൻ. ഹബീബ് തങ്ങള് ഖബറിൽ ഈ മനുഷ്യന്റെ മയ്യത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്വലാത്താണ്. സ്വലാത്ത് നല്ലോണം ചൊല്ലിയാ സബർ കിട്ടും, സ്വലാത്ത് ചൊല്ലിയാ മനസ്സമാധാനം കിട്ടും. താജുസ്സലാത്ത് ചൊല്ലുന്നവർ അവരുടെ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. താജുസ്സലാത്തില്ല,
സ്വലാത്തു താജ് വർദ്ധിപ്പിച്ച മനസ്സിന് ഭയങ്കരം സന്തോഷമാണ് അല്ലെ. ഈ റീൽസിൽ കണ്ടു കിട്ടുന്ന സന്തോഷമല്ല അല്ലെ, മറ്റുള്ള ടൂറുകളിൽ കിട്ടുന്ന ആനന്ദമല്ല, എപ്പോഴേക്കും നിലനിന്ന് കിട്ടുന്ന സന്തോഷവും സമാധാനവും സ്വലാത്ത് താജിലൂടെ കിട്ടാൻ പോകുന്നു. അല്ലാഹ് ഹബീബ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. അതുപോലെ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് പറഞ്ഞല്ലോ നീണ്ട സുജൂദാൻ. അതുപോലെ തഹജ്ജുദും ളുഹായും ആദത്താക്കി കൊണ്ട് നടക്കലാണ്. 2 റക്അത്താണെങ്കിലും ശരി തഹജ്ജുദും ളുഹായും നിസ്കരിക്കുക. സ്വർഗം കിട്ടാൻ മറ്റൊന്നാണ് ധാരാളം സദഖ ചെയ്യുക, നല്ലോണം സദഖ കൊടുക്കുക. സദഖ കൊടുക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് ആനന്ദമാണ്, സന്തോഷമാണ്. കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലൈസ് ഇബ്നു സഅദ് തങ്ങളോട് ഒരൽപ്പം ചോദിച്ചപ്പോ മഹാനവറുകൾ വലിയ പാത്രത്തിൽ കൊടുത്തു, ഭയങ്കരം കൊടുത്തു. ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ എന്തിനാണ് അത്രയും കൊടുത്തത്? അവർ കുറച്ചല്ലേ ചോദിച്ചിട്ടുള്ളൂ, കുറച്ചല്ലേ ചോദിച്ചത്, എന്തിനാണ് അത്രയും കൊടുത്തത്? ലൈസ് തങ്ങൾ പറഞ്ഞത് അവർക്ക് വേണ്ട പോലെ ചോദിക്കുന്നു. നമുക്ക് അല്ലാഹു ധാരാളം തന്നിട്ടില്ലേ, പിന്നെന്തിനാണ് കുറച്ചും കൊടുക്കുന്നത്? നല്ലോണം കൊടുത്താൽ അല്ലാഹു നമുക്ക് നല്ലോണം തരുമല്ലോ. നല്ലോണം കൊടുക്കുക, വാരിക്കോരി കൊടുക്കുക എന്ന് പറയും. സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് അങ്ങനെ സദഖ ചെയ്യാൻ പറ്റുക. സദഖ ഉമ്മാക്കും കൊടുക്കണം, ഉപ്പാക്കും കൊടുക്കണം, മക്കൾക്കും കൊടുക്കണം, കുടുംബങ്ങൾക്കും കൊടുക്കണം, എല്ലാവർക്കും സദഖ ചെയ്യണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആലിമീങ്ങൾക്ക് കൊടുക്കണം, മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കണം. അതിന് പുണ്യം കൂടുതലാണ്, പ്രതിഫലം കൂടുതലാണ്. അല്ലാഹുവേ ഖൈറും ബറകത്തും ഞങ്ങൾക്ക് നീ ഏറ്റി തരണം അല്ലാഹ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള മറ്റൊന്നാണ് ഭക്ഷണങ്ങളോടുള്ള മര്യാദകൾ പാലിക്കുക. ഫുഡ് സഖാവി ഉസ്താദ് പോ, ഞാൻ പറഞ്ഞു വേഗം പോയിക്കോളി ഉസ്താദ്മാരില്ലെങ്കിൽ നമുക്ക് നേരെ വയൽ പറയാം അല്ലേ, ഓറ നോക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പോവാ. ഉസ്താദ്മാരുണ്ടെങ്കിലും അതൊരു അല്ലേ. ഭക്ഷണ മര്യാദകൾ നല്ലോണം സൂക്ഷിക്കണം നമ്മൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഭക്ഷണം നമ്മൾ കൊണ്ടിരുന്നതിന് പിന്നെ വെക്കണം എന്നാണ്. അത്രയും ബഹുമാനമുണ്ട് ഈ ഭക്ഷണം, ആഹാരം എന്നുള്ളത്. നല്ലോണം അത് കളയാതെ സൂക്ഷിക്കണം. ഭക്ഷണം കളഞ്ഞവർക്ക് സ്വർഗമില്ല. മഹാരാഷ്ട്രയിൽ പോലും കുടിക്കാൻ വെള്ളമില്ലാതെ ചില കിണറ്റിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ കാണാനിട വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു, അല്ലാഹു അലം. പലയിടങ്ങളിലും ഇപ്പൊ കുടിക്കാൻ വെള്ളമില്ല. കുടിവെള്ളം നാശമാക്കരുത്, ഇസ്രാഫ് ചെയ്യരുത് അല്ലെ. പുരയിലൊന്നും കൊടുക്കുമ്പോ എല്ലാം കുറച്ചു തിരിക്കുന്നു. പള്ളിയിൽ വന്നിട്ട് ഒന്നും കൊടുക്കുമ്പോ ഒരു തിരിക്കുന്ന തിരി കണ്ടെങ്കിൽ അല്ലേ. 20 ലിറ്ററിന്റെ ബക്കറ്റാണ് കക്കൂസിൽ വെക്കുക. ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് മൊബൈൽ ഒത്തിക്കൊണ്ടിരുന്നെങ്കിൽ വെള്ളം ഇതിലെ പോയി എന്നറിയുന്നില്ല അല്ലെ. മൊബൈൽ ഒത്തിക്കൊണ്ടിരിക്കുക. ബാത്റൂമിൽ കൂടുതൽ ഇരിക്കുന്നവർക്ക് മാറാവ്യാധികൾ വരെ വരാന്നാണ്. വേഗം പോവാ, അതിനായിട്ട് സ്പീഡിൽ വരാം. അങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം. ഇപ്പൊ വെക്കേഷൻ ഓരോരുത്തർ പോയെങ്കിൽ തിരിച്ചു വരുന്നേ ഇല്ല. പിന്നെ ഒരു സ്റ്റേറ്റസ് ഇടുന്നേ ഓർക്ക് കാണുന്ന പോലെ യാരിಗೂ ತೊಂದರೆ ಮಾಡಬಾರದು. പിന്നെന്താക്കുന്നത്? ഓർ പോകുന്നില്ല, പോയെങ്കല്ലേ ഓർ പോയിട്ടാണ് ഓർക്ക് ഓർമ്മന്റെ അടുക്ക് പോവാൻ അല്ലേ. നമ്മൾ പോകുക എന്നുള്ളതല്ല വലിയ വിഷയം. പോയേർത്ത് ഇടങ്ങേറാക്കാതെ തിരിച്ചു വരുവും വേണം. ചില ആള് പോകുമ്പോ റിക്ഷ ബാഗല്ല എടുക്കുന്ന കാണുമ്പോ ഫർക്കാരത്തിക്ക് തുടങ്ങി മൈഗ്രെയിൻ, തലമ്പലയും വേറെ വലിക്കുന്നതും ബേജാറാന്നെയും സങ്കടാന്ന്. എന്തേ 4 ബാഗുണ്ട്, ഒരു ബേത്തിന് പോന്നേ ഇല്ല, ചോർക്ക് ബേജാറാവാൻ തുടങ്ങി. അങ്ങനെ ആവാൻ പാടില്ല. പോയപ്പോഴേ ചെന്ന 2 നിൽക്കുന്നു, 3ാമത്തൊന്ന് പോന്നു. എന്ത് വിരുന്നുണ്ടെങ്കിൽ വേമ്പയാക്കി തരീന്നല്ല ചെല്ല. ഓർക്കും സമാധാനം, ഞമ്മക്കും സമാധാനം അല്ലേ. ഇപ്പൊ നോക്കുമ്പോ ഇപ്പൊ പുതിയത് ആണുങ്ങളെല്ലാം പരകാക്കാൻ, പെണ്ണുങ്ങളോട് ഇല്ല പരക്കാത്തി എല്ലാം പോയി. ഞാൻ വരത്ത ഓട്ടന്ന് തിന്നിട്ട് അല്ലേ ഇവിടെ പരകാക്കുന്ന ദിവസം ഓനി പോവാനില്ല, ഓനെ കൊണ്ടോന്നുമില്ല. നിങ്ങൾ എന്തിനാ പോളൂ ഉടക്കം പോയി നോക്കാം. ഇപ്പൊ ബേസായിട്ടാകുമ്പോ പണ്ട് അരമണിക്കൂർ ലേറ്റായ കത്തി എടുത്തോണ്ട് വന്നിനി നേര് ചെല്ലി വടക്ക് പോയെന്ന് അല്ലെ.
ഇവിടെ പോയത് അങ്ങനത്തെ ആയിരുന്നു. ഇപ്പൊ ചെന്ന് നിങ്ങോടക്കങ്ങ് പോയി ഇപ്പൊ എന്താക്കുന്നത്? ഇനിയിപ്പോ പോയിട്ട് എന്താക്കുന്നത് അല്ലെ? ഒരാള് ചെല്ലു ഉസ്താദെ ഇപ്പൊ ചെന്നോളൂ. പണ്ട് ചെല്ല ഇപ്പൊ 450 ഷുഗർ, ഇപ്പൊ എടുക്ക് പോന്ന എന്താക്കുന്ന ഇങ്ങനെ നിക്കണത്ര. പണ്ടേ ചെല്ലെങ്കി എന്തെങ്കിലും ആക്കിറാഞ്ഞു ഒരു ഭർത്താവിന്റെ ബേജാർ അല്ലെ? അങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മുത്തുമുഅ്മിനീങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതെല്ലാം അതിന്റെ ഹുർമത്താണ്. ഒരുമിച്ചിരുന്ന് ഇജ്തിമാഉൽ ലൈലത്തി അല തആമി മഹാ ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക. എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. നിലത്ത് വീണ ഭക്ഷണം പെറുക്കിയെടുത്ത് തിന്നാ, അത് തിന്നാൻ വേണ്ടി. എന്നാൽ ജീവിതത്തിൽ വലിയ കാവലുണ്ടാകും, വലിയ ബറക്കത്തുണ്ടാകും. ഉമ്മാന്റെ കൂടെ ഇരിക്കണം, ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കണം, മക്കളുടെ കൂടെ ഇരിക്കണം. എല്ലാരും കൂടെ ഇരുന്ന് ഭക്ഷണം പാഴാക്കാതെ ഭക്ഷണം കഴിക്കുക. എല്ലാം പഠിച്ചെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് തിന്നുക. ഇതിന്റെ ഇടക്കൊരത്തില് പായസം ഇങ്ങനെ ബെറലിലെടുക്കുമ്പോ അയാൾ ഉസ്താദ് വേണ്ട ഉസ്താദ് വെക്കി ഉസ്താദ് വേറെ ഉണ്ട് എന്നിട്ട് ഒരു ജഗ് കൊണ്ടുവന്ന അയാൾ പായസം. അയാൾ നിരച്ചിത് ഉസ്താദ് അതിന്റെ അടിയിൽ ബാക്കിയായ കണ്ണുണ്ടല്ലോ, എന്ത് തന്നെ സാഗ് 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 പായസത്തിന്റെ അടിയിലെല്ലാം ഉണ്ടാകുന്ന പിള്ളേരുടെ കണ്ണ് നൽകുന്ന സാധനം അല്ലേ? ഈ സാഗ് സാഗ് ഇയാള് തിരിച്ചിന് ഉസ്താദിനോട് ബാക്കിയായ സാഗ് ഇഷ്ടായിട്ട് അതിനെ കൈയിട്ടിട്ട് എടുക്കുന്നേന്ന്. ഇത് ഇതിനെ എടുത്തിട്ട് കുടിക്കല് സുന്നത്ത് ഈ മനസ്സിനെ അറിയല. ഈ മനസ്സ് ഒരു ജഗ് കൊടുത്തിട്ട് ചതടിക്കട്ടു ഉസ്താദ് ഇത് ഇന്ന് കുടിക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ വിചാരിക്കും ആൾക്കാർ, ഓർക്കറിയില്ല ഇതിങ്ങനെ. അങ്ങനെയല്ല, എല്ലാം വൃത്തിയായി കഴിക്കണം. ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്ത്? അവസാനത്തെ ഒരു മുക്കളിൽ ആകാം ബറക്കത്ത്. അങ്ങനെയാണ് ഭക്ഷണം മുഴുവനുമായിട്ട് വൃത്തിയായി റാഹത്തോടെ കഴിക്കുക. റാഹത്തോടെ കഴിക്കുക, അല്ലെങ്കിൽ ഏടാടല്ല പോയിട്ട് ഉള്ളനല്ല പളമ്പിരി തേച്ചു വെച്ചിട്ട് വരി നല്ല പറഞ്ഞൾ. നമ്മളെ പുരയിലൊക്കെ നല്ല വൃത്തിയോടെ ഇരുന്ന് ഭക്ഷണത്തിനോടുള്ള മര്യാദകൾ അത് പാലിക്കുന്നവർ നമ്മളായാൽ നാളെ സ്വർഗഭക്ഷണം നമുക്ക് കിട്ടുമെന്നാണ്. ബിസ്മി ചൊല്ലി ഹംദ് ചൊല്ലി നിർത്തി റാഹത്തോടെ ഭക്ഷണം കഴിക്കുന്നവർ. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ല എന്നാണ് നമ്മളെ ഇടത്തെല്ലാം കായിക. അങ്ങനെയാണ്, മിണ്ടാൻ പാടില്ല എന്നാണ്. മിണ്ടാൻ പാടില്ല. മുണ്ടിങ് എന്താവും? മുണ്ടിങ് അപ്പുറത്തുള്ള അവന്റെ ഇത് ഇതിന്റെ വീസെല്ലാം എടുത്ത് തിന്നിട്ട് പോയിട്ടാവും ആൾക്കാർ. അങ്ങനെയാ. പിന്നെ ചില ആള് മുണ്ടുന്നതിന്റെ ഇട്ടില്ല, ബായിൽ വെച്ചിട്ട് മുണ്ടുന്ന പച്ച പച്ച പച്ചാന്ന് പാതി ഓന്റെ മുസുണ്ടിലേക്ക് ഇപ്പുറത്തോന്റെ പ്ലേറ്റിലേക്ക് അല്ലെ? അങ്ങനെ മുണ്ടാൻ പാടില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ മഹാന്മാരുടെ ചരിത്രം പറയാമെന്ന് കിതാബിലുണ്ട്. അതിന്റെ അർത്ഥം ചെറിയ ചെറിയ വിഷയങ്ങൾ, മഹാന്മാർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നു, ഖാജാ തങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊടുത്തിരുന്നു, അങ്ങനെയെല്ലാം പറയാം. നമ്മ ഇതെങ്ങനെ വെച്ചെങ്കിൽ ഇത് എതിർ വെച്ചിട്ട് ഇത് സുഗർക്കായേ ഇല്ല, ഇത് സുഗർക്ക് തിന്ന ആയില്ല, പിന്നെന്താക്കുന്ന കിട്ടുമ്പോൾ 4 ജാസ്തിയെ തിന്നു, ഷുഗർക്ക് ആന്നില്ല ഒരു അനൗൺസ് ആക്കുന്ന. പിന്നെന്താക്കുന്ന അള്ള വെച്ച പോലായി മാത്രം ഉണ്ടല്ലോ, ടാബ്ലറ്റ് ഉണ്ട് തിന്ന, പിന്നെന്താക്കുന്ന ഇപ്പൊ തിന്നില്ല അങ്ങനെ എപ്പോ തിന്നുന്ന അല്ലെ? ചില ആൾ അങ്ങനെയും പറയുന്നു. ചില ആള് സ്വന്തം തിന്നുന്ന മാത്രല്ല, തിന്നിയേ എന്താണിങ്ങനെ പേടിച്ചിട്ട് എന്താവാനുള്ളത്, എപ്പോഴേ അങ്ങ് മരിക്കണോ, ആയുസ് തീരുമ്പോ മരിക്കുന്നു, തിന്നിട്ട് മരിച്ചങ്ങനെ ഒരാൾ ഓ എങ്ങനെ അങ്ങ് ഷുഗർ പിടിച്ചിട്ട് മയ്യത്താവാനായി, ഇയാൾക്കും അങ്ങനെ ആവട്ടെന്ന് ഓന്റെ ആശ അല്ലെ? ഇപ്പൊ പിന്നെ ഷുഗർ എന്നെല്ലാം പറയുമ്പോ ആൾക്കാർ പോയത്തല്ല കേൾക്കണേ, ഉസ്താക്ക് ഷുഗർ ഉണ്ടാന്ന് കേൾക്കുമ്പോഴേ പേടിയാന്ന്, ഒരു നാവില് കേട്ടെങ്കിൽ മതിയാന്ന് ചില സമയത്ത് അല്ലെ? നാവേറ് കണ്ണേറ് എന്നെല്ലാം പറഞ്ഞ സത്യമാണ്. അല്ലാഹു നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ പോകാൻ ധാരാളം സ്വതക്ക ചെയ്യുക, ഭക്ഷണം ദാനം ചെയ്യുക. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഖൈറായ ഇസ്ലാം ഏതാന്ന് ചോദിച്ചപ്പോ ഹബീബ് തങ്ങൾ പറഞ്ഞില്ലേ, ഭക്ഷണം കൊടുക്കുന്ന ദീനാണ് ഇസ്ലാമാണ് ഖൈർ. ഭക്ഷണം ദാനം ചെയ്യുക, വെള്ളം ദാനം ചെയ്യുക, അതുപോലെ സ്വതക്കകൾ, ജാരിയായ സ്വതക്ക, പള്ളി, മദ്രസ, ദീന്, മറ്റുള്ളതെല്ലാം ഉണ്ടാക്കി. സ്വതക്കയുടെ വഴികൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സ്വതക്കയുടെ വഴി. അതുകൊണ്ട് സബറുള്ളവരായി, ക്ഷമയുള്ളവരായി, ബുദ്ധിമുട്ടുകൾ വരും, ബേജാറുകൾ വരും. നിനക്ക് എത്ര ഈമാനുണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള പ്രയാസങ്ങൾ വരും. ഈമാന് കുറഞ്ഞവന് പരീക്ഷണം കുറവാണ്, ഈമാനില്ലാത്തവന് പരീക്ഷണം കുറവാ. കാരണം ഈമാനുള്ളവൻ ഇവിടെ നരകമാണ്, നാളെ അവിടെ സ്വർഗമുണ്ട്. അവനെ സ്വർഗത്തിലേക്ക് വേണ്ടി റബ്ബ് തആല തയ്യാറാക്കുമ്പോ രോഗം കൊടുക്കേണ്ടി വരും,
മാറാവ്യാധികൾ അനുഭവിക്കേണ്ടി വരും, കടം അനുഭവിക്കേണ്ടി വരും, ചിലപ്പോ നാട്ടുകാരുടെ ഇടയിൽ നാണം കടയേണ്ടി വരും. അങ്ങനെയൊക്കെ ആകാം. ക്ഷമയോടെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നമ്മോട് കൽപ്പിച്ചത് മുഴുവനും ചെയ്യുക. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ആരെയും പ്രയാസപ്പെടുത്താതിരിക്കുക, ആളുകളെ സ്നേഹിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കുക, എല്ലാവർക്കും ഉപകാരം ചെയ്യുക, മൃഗങ്ങൾക്ക് തിന്നാനിട്ട് കൊടുക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക, ആലിമീങ്ങളെ സാദാത്തീങ്ങളെ ബഹുമാനിക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ഇവിടെ കിടക്കുന്ന മഹത്തുക്കൾ, ഒരുപാട് കശ്ഫ് കറാമത്തുകളുള്ള മഹാന്മാർ അവരുടെ ചാരത്ത് വരികയും അവരെ പോലെയുള്ളവരെ സ്നേഹിക്കുകയും ചെയ്താൽ അവരുടെ കൂടെ സ്വർഗമുണ്ട്. നല്ല ആൾക്കാരെ പിരിസം വെക്കുക, ക്രിക്കറ്റ് താരങ്ങളെയല്ല, അതുപോലെ യൂട്യൂബേഴ്സിനെയല്ല. എല്ലാരും അറിയാം, മൂസാ നബിയെ പറ്റി അറിയില്ല, ഈസാ നബി അറിയില്ല, ആരെയും അറിയില്ല. നമുക്ക് വേണ്ടാത്ത സിനിമകൾ അറിയാം, വേണ്ടാത്ത പേരുകൾ അറിയാം. അതല്ല, ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലാൻ മറക്കരുത്. എപ്പോഴും നീ ബദർ, അസ്മാഉൽ ബദർ ചൊല്ലുകയാണെങ്കിൽ അവരുടെ കൂടെ സ്വർഗമാണ്. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ 99 പേരുകൾ ചൊല്ലുകയാണെങ്കിൽ അതിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിസ്കാരം ഖലാക്കാതെ സൂക്ഷിക്കുക. ബാക്കിയുള്ള നിസ്കാരങ്ങളെല്ലാം നിസ്കരിച്ച് വിട്ടുക, നോമ്പുകളെല്ലാം നോറ്റ് വിട്ടുക, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുക, ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക, ഉമ്മക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എല്ലാവർക്കും ഉപകാരം ചെയ്യുക, അയൽവാസികളോട് ഗുണം ചെയ്യുക, നാട്ടുകാരോട് ഗുണം ചെയ്യുക. എല്ലാവരും ഖൈറിന്റെ അഹ്ലുകാരായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകണേ. അല്ലാഹ്